ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ടാസ്ക്കാണല്ലേ. ഞാനിന്ന് എങ്ങനെ തടി കുറച്ചെന്നുള്ള വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു റിപ്ലൈ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പം തടി കുറച്ച കാരണങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വേണമെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽഡ് സ്റ്റോറി ആയിട്ട് പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ തടി എങ്ങനെ കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടി ടൈം 8 മണിക്കൂറായിരുന്നു. പക്ഷേ ചിലപ്പോൾ കുറച്ചും കൂടി കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഒഴിവാക്കിയിട്ട് എനിക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ആയാലും ആകെ ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിരുന്നാലും ഷവായ കഴിക്കണമെങ്കിൽ നല്ല മയണൈസൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. ടേസ്റ്റാണല്ലോ മയണൈസ് കൂട്ടി കഴിക്കാൻ. ചിലപ്പോൾ ഷവായ ചിക്കനേക്കാളും കൂടുതൽ മയണൈസ് ആവും കൂട്ടുണ്ടാവുക. അങ്ങനെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോകും. പിന്നെ ആകെ ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ കിടന്നുറങ്ങും. പിന്നെ രാവിലെ എന്തായാലും എണീക്കാൻ നല്ല നേരം വൈകിട്ട് ഒന്നാമത് ക്ഷീണം കൊണ്ടാണ്. ചിലപ്പം രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഷോപ്പ് ക്ലോസ് ചെയ്യുന്നവരെ ഒരേ നിൽക്കലാണ്. അതായത് കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഇരിക്കാനൊന്നും ചിലപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ ആകെ ടയേർഡായിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിലെത്തുന്നത് തന്നെ എങ്ങനെയെങ്കിലും ഇത് കെടുക്കണം എന്ന് വിചാരിച്ചതാണ്. എന്തെങ്കിലും കിട്ടിയത് കഴിക്കുക, ഉറങ്ങാം. ആ മൈൻഡ് സെറ്റിലാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ രാവിലെ നല്ല നേരം വൈകിയാലും കുളിക്കുക, പോവുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ ചിലപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കില്ല. വിശന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കും. ഉച്ചയ്ക്ക് ഞാൻ സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും കഴിക്കൽ, ഒരു ലൈം ജ്യൂസ് കുടിക്കും. വൈകുന്നേരം വീണ്ടും എന്തെങ്കിലും ഹെവി കഴിക്കും. അങ്ങനെ വീട്ടിൽ പോകും. അങ്ങനെ ഇതെന്നും എൻ്റെ ഡെയിലി റൂട്ടീൻ എന്നും ഇതന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സൺഡേ കിട്ടുന്ന ദിവസം ഒറ്റ കിടത്തം, എനിക്ക് 1 മണിക്കാവും. അതുവരെ ഉറങ്ങും. അത്ര ക്ഷീണം ഉണ്ടാവും. എല്ലാവരും ഞാൻ വിചാരിക്കണ പോലെ വിചാരിക്കുന്നുണ്ടാവുക. സത്യം പറഞ്ഞാൽ നല്ലോണം ക്ഷീണം ഉണ്ടാവും. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒരു ട്രിപ്പ് പോകാൻ വിചാരിച്ച് മണാലിയിലാണ് പോയത്. മണാലി പോണ സമയത്ത് ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ അത്ര തടിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ച് തടി കൂടിയിരുന്നു. അതിൻ്റെ മുന്നേ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് തടി കൂടി. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ മരുന്ന് കുടിക്കുന്നുണ്ട്, ആയുർവേദമൊക്കെ കുടിച്ചിരുന്നു. പക്ഷേ ഇവിടെ പ്രോപ്പറായി മാറിയില്ല. അപ്പോൾ പിന്നെ എനിക്ക് അറിയുന്ന ഒരാൾ അവരെ വീട്ടിൻ്റെ അടുത്ത് ഒരു നാട്ടുവൈദ്യുണ്ട്, അവിടെ ഒരു ലേഹ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ട് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 1000 രൂപയാണ് ആ ബോട്ടിൽ. ഇത്ര പോകുന്നൊരു ബോട്ടിലാണ്. അത് വാങ്ങിക്കൊടുന്ന് ഞാൻ 1000 കഴിച്ച് നല്ലപോലെ കോൺസ്റ്റിപ്പേഷനൊക്കെ മാറി. ഞാൻ നല്ല പറ്റുന്നില്ല. എൻ്റെ കല്യാണം കഴിയുന്നതിന് ആ തടിയിലും ഞാൻ കുറഞ്ഞു പോയി. എല്ലാവരും ചോദിച്ച് എങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ അതിന് പോയാലും വേണ്ടില്ല വെച്ചിട്ട് ഒരു ബോട്ടിലും കൂടി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് കുടിച്ചപ്പോൾ അത് നേരെ ഉൾട്ടടിച്ച്. ഞാൻ എങ്ങനെയാണോ കുറഞ്ഞു അതേപോലെ ഞാൻ തടിച്ച്, അതിനേക്കാളും കൂടി തടിച്ച്. പക്ഷെ ഞാൻ വെയിറ്റ് കുറഞ്ഞില്ല. അന്ന് തന്നെ എൻ്റെ ഉപ്പാൻ്റെ ബ്രദറൊക്കെ പറഞ്ഞത് ലാബിലില്ലാത്തൊരു ആയുർവേദം പോയി കുടിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് റിസൾട്ട് കണ്ടാൽ പിന്നെ നമ്മൾ കുടിച്ചു പോകില്ല. അവർ നേരെ ഉൾട്ടടിച്ചപ്പോൾ ആകെ ടെൻഷനായി. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി, കൂടി നിർത്തി. ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ജോലിക്കൊക്കെ പോയി തുടങ്ങി. റൂട്ടീൻ കറക്റ്റ് അല്ലായിരുന്നു. രാവിലെ പോയാൽ വൈകുന്നേരം വരെ, രാവിലെ പോയ മുതൽ ഈവനിങ് വരെ ഞാൻ ഒരേ നിൽക്കൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നുണ്ട്. അപ്പോൾ പിന്നെ രാത്രി എന്തെങ്കിലും കഴിക്കുക, ഉറങ്ങുക, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വരുന്നുണ്ടാവുക. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുക, വീട്ടിലെത്തുക, ഉറങ്ങുക. പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇപ്പോൾ ഷവായ കഴിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഷവായ ചിക്കനേക്കാളും കൂടുതൽ മയണൈസ് കഴിക്കും. വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഉറങ്ങാം. അതാണ് ഞാൻ ചെയ്തിരുന്ന എൻ്റെ ഡെയിലി റൂട്ടീന്. പിന്നെ ഞാൻ സൺഡേ ദിവസങ്ങളിൽ ഫുൾ ബെഡ് റെസ്റ്റ്, ഉറങ്ങാൻ മാത്രം. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് 1 ഇയർ ആയപ്പോൾ കല്യാണം കഴിഞ്ഞ് 1 ഇയർ ആയപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. മണാലിക്കാണ് പോയിരുന്നത്. അപ്പോൾ മണാലി പോയി അടിച്ച് പൊളിച്ച് വന്ന് അതിൽ ലാസ്റ്റ് ദിവസം ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ അടിച്ച് താജ്മഹലൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് വന്നിരുന്നു. അപ്പോൾ ഡൽഹിക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഇവിടുന്ന് പോകുമ്പോഴത്തേന് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ചെറിയ ടെൻഷൻ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിരുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. പക്ഷെ ഞാൻ എന്തായാലും ആവില്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു. അവിടെ ആ ലാസ്റ്റ് ദിവസം എനിക്ക് എന്തുണ്ടായാലും എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് നടക്കാൻ കഴിയണില്ല, ഛർദ്ദിക്കാൻ വരിക. ഡൽഹിയിൽ സ്ട്രീറ്റ് ഫുഡിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ അയ്യോ എനിക്ക് ആലോചിക്കാൻ വയ്യ. തലൊക്കെ ഇങ്ങനെ കറങ്ങുക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ അവിടെ കേരളീയ ഹൗസ്, മലയാളി ഹൗസ്, അങ്ങനെ എന്തോ ഒരു നമ്മളെ കേരളീയ ഫുഡ് കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് പോയി. എത്തിയ സമയത്തിന് അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ അടി കഴിക്കണം. അപ്പം മാത്രമല്ല, അപ്പം ഇഷ്ടം കിട്ടി. എൻ്റെ എന്തോ കിട്ടിയൊരു അനുഭൂതി. ഇപ്പോഴും ഞാൻ ആ അപ്പത്തിൻ്റെ കറിൻ്റെ ടേസ്റ്റ് മറക്കൂല. അങ്ങനെ അവിടുന്ന് കഴിച്ചിട്ട് പിന്നെ നമുക്ക് പോകാറുണ്ട്. ഞാൻ ഇങ്ങോട്ട്
വരില്ല, എനിക്ക് സ്മെല്ല് പറ്റണില്ല. അങ്ങനെ അവിടെ പുറത്ത് ഒരു ബെഞ്ച് ഇട്ടിട്ട് ഇരിക്കാൻ, അവിടെ ഞാൻ കേൾക്കാം ഒരാൾക്ക് പാവം എനിക്ക് കാവലിരിക്കുക. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം ട്രെയിനിൻ്റെ സമയമാവണം അവിടെ ഇരുന്നേക്കണം. ഇതിൽ കയറിയിട്ട് ഞങ്ങൾ 2 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോയി വരാമെന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. അപ്പോൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സ്ലീപ്പറിൽ മരണ തിരക്ക്, ഇരിക്കാൻ സ്ഥലം വേണ്ടേ. അവരിലെ ഇന്ത്യക്കാരനെ അവർ ഫുൾ അടിച്ച് കയറിയിട്ട് ഒരുമാതിരി സ്മെല്ലും. ആദ്യമായിട്ടാണ് സ്ലീപ്പറിൽ പോകണം, അതതിൻ്റെ പൂതിയാണ് തീർന്നത്. വീട്ടിലെത്തിയ പാടന്നെ ടെസ്റ്റ് കാർഡ് വാങ്ങി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അയ്യോ പോസിറ്റീവ്. അപ്പോൾ ആകെ എക്സൈറ്റ്മെൻറ്റായി. പോസിറ്റീവായല്ലോ. അപ്പോൾ പിന്നെ ആരോടൊക്കെയോ പറയാനറിയില്ല. അങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കും ടെസ്റ്റ് കാർഡൊക്കെ അയച്ചു കൊടുത്ത് എല്ലാവരും ഹാപ്പി. ഡോക്ടറെ കാണിച്ച് മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. സൂചി എൻ്റെ കുത്തണ്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണ്. ഡോക്ടറെ കാണിച്ച് മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടൂറൊക്കെ പോയി വന്നപ്പോൾ LMPൻ്റെ ഡേറ്റ് ഞാൻ മറന്നു വെക്കണേ. ഒന്നാമത്തേത് ഞാനത് കറക്റ്റ് നോക്കലുണ്ടായിരുന്നില്ല. രണ്ടാമത്തേത് എനിക്ക് ശരിക്കും ആവേണ്ടിയെന്നുള്ള ഡേറ്റ് ഞാൻ പറ്റ മറന്നുപോയി. എൻ്റെ ഒരു ഊഹാഭോഗത്തിലുള്ളൊരു LMP ഡേറ്റാണ് പറഞ്ഞത്. അങ്ങനെ അത് വെച്ചിട്ടാണ് ഈ സ്കാനിങ് ഒക്കെ ചെയ്തത്. അങ്ങനെ ഫസ്റ്റത്തെ മാസം കഴിഞ്ഞ് റെസ്റ്റ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനനുസരിച്ചിട്ട് ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. 2ാമത്തെ മാസം വന്ന് 3ാമത്തെ മാസം ആയപ്പോഴാണ് ഫസ്റ്റത്തെ സ്കാനിങ്ങിൻ്റെ ഇതുണ്ടായിരുന്നത്. കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞു. എനിക്ക് ഫസ്റ്റത്തെ മാസം തന്നെ അത് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയുമായിരുന്നു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ 3ാമത്തെ മാസമാണ് സ്കാൻ ചെയ്ത് നോക്കിയത്. ഹാർട്ട് ബീറ്റ് ഇല്ല പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ 3 മാസം നമ്മൾ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് ആകെ ടെൻഷനായി. പിന്നെ ഞാൻ ടെൻഷൻ മുഖത്തുള്ളപ്പോൾ ഞാൻ അഭിനയിച്ചിരുന്നില്ല. ഹസ്ബൻഡിനും ഉമ്മാക്കും ഭയങ്കര ടെൻഷനായിരുന്നു. ഡോക്ടറിന് ഒന്നല്ല DNC അല്ലാണ്ടെങ്കിൽ DNC തന്നെ ഉണ്ടാവുള്ളൂ മാർഗം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ഡോക്ടർ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് DNC ചെയ്യും. അങ്ങനെ 2ാമത്തെ ഡോക്ടറെ കാണിച്ച് 2ാമത്തെ ഡോക്ടർ പറഞ്ഞു നമുക്ക് 2 ആഴ്ച മരുന്ന് കുടിച്ചിട്ട് നോക്കി നോക്കാം അങ്ങനെ പറഞ്ഞു. 2ാമത്തെ കാണിച്ച ഡോക്ടർ പ്രകാരം വീണ്ടും 2 ആഴ്ച മരുന്ന് കുടിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുത്ത്. പക്ഷെ പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ ഡോക്ടറിനെ നമുക്ക് അബോർഷൻ ആക്കി നോക്കാം, എന്നിട്ട് മൊത്തം ക്ലിയറായി പോയില്ലാണ്ടെങ്കിൽ DNC ചെയ്യാറ്. അങ്ങനെ അബോർഷൻ്റെ മരുന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ അബോർഷനായി പോയി. അപ്പോൾ അബോർഷൻ ആവണ വരെ ആ മരുന്ന് വെക്കണ വരെ എനിക്ക് ഭയങ്കര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരെയും ഹാപ്പിയായി ജോലിയാക്കി കൊണ്ടെടുക്കുന്നു. ഹസ്ബൻഡിനും ഉമ്മാക്കൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അതാണ്ട് പോയിന്ന് കണ്ടപ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റാണ്ടായി. ഞാൻ കണ്ട് കട്ടകൾ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ മൊത്തത്തിൽ ഡൗണായി, ടെൻഷനായി. എൻ്റെ ശ്രദ്ധ കുറവാണ്ടാണോ ഒന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ അബോർഷനായി. പിന്നെ ഞാൻ കുറച്ച് ദിവസം ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. പിന്നെ ശരിയായി. എല്ലാവരും എന്നോട് ചോദിക്കുകയാണ് റെസ്റ്റ് ഇല്ലേ. ഇതന്നെ ഞാൻ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക ചെയ്യാം. ടെൻഷനായി, സങ്കടമായി. പിന്നെ കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു തോന്നലായി, ഇപ്പം ആ ബേബി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര ആയിരുന്നെന്ന് തോന്നലായി. ആ സിറ്റുവേഷനൊക്കെ മറികടന്ന് ഹാപ്പിയായി ഇങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു മക്കളെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആകെ ടെൻഷനാവുക. എന്താ എനിക്ക് മാത്രം എന്താ. ഒന്നാമത് എൻ്റെ ഒപ്പമുള്ളവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി. പിന്നെ എന്നെ കാണുമ്പോൾ ഓരോരുത്തർ പറച്ചില്ല അബോർഷനായില്ലേ, ഇനി ഉണ്ടാവൂല, ഇത്ര ഇനി ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ ആൾക്കാർ എന്നെ നോക്കി പറഞ്ഞിട്ടുണ്ട്. അബോർഷനായില്ലേ, ഇനി എന്നാ ഒരു കുഞ്ഞിക്കാല് കാണുക അങ്ങനെയൊക്കെ പറയണവർക്കും കല്യാണ പരിപാടികൾക്കൊക്കെ പോകാൻ മടിയായി തുടങ്ങി. പിന്നെ ഇങ്ങനെ പറയും എൻ്റെ ആ കുടുംബത്തിൽ അവർക്ക് അബോർഷനായിട്ട് പിന്നെ അവർക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, ഇത്ര ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാണ്. അങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് മാത്രമല്ല എൻ്റെ ഉമ്മാൻ്റെയും എല്ലാവരും മുന്നിൽ വെച്ച് പറയും. അപ്പോൾ പിന്നെ അവരൊക്കെ അതിൽക്കാണ്ട് ഇൻവോൾവ് ആവുമല്ലേ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പ്രഷറായി തുടങ്ങി. ഡോക്ടറെ കാണിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നാമത് ഡോക്ടറെ കാണിക്കാൻ തീരും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്താ ആകെ നമ്മളെ മൈൻഡ് സെറ്റ് തന്നെ മാറിയല്ലോ. ഡോക്ടറെ കാണിക്കണം, ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഒന്നാമത് നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കണം. അതിൻ്റെ കൂടുതൽ ഈ ഡോക്ടറെ അടുത്തൊക്കെ പോകുന്നതും മരുന്ന് കുടിക്കുന്നതും പിന്നെ പ്രഗ്നൻസി ചെക്ക് ചെയ്യുന്നതും എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ടെൻഷൻ വരുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ കൊണ്ടും എന്തെങ്കിലും മന്തിയോ ബിരിയാണിയോ ഉണ്ടാക്കും. ഉണ്ടാക്കുന്നതിൻ്റെ 3/4 ഭാഗം ഞാൻ തന്നെ കഴിക്കും. അത് ഇന്ന സമയമൊന്നുമില്ല, രാവിലെ ഉച്ചയ്ക്ക് രാത്രി ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്ക് ഇങ്ങനെ അതന്നെ കഴിക്കും. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. വീണ്ടും 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി.
മാഷാ അല്ലാ ഹാപ്പിയായി. ഈ ഒരു ഫസ്റ്റിൽ അബോർഷനായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഓരോ സമയത്തും ടെസ്റ്റ് ചെയ്യും, അതായത് ഓരോ മാസവും ടെസ്റ്റ് ചെയ്യും. ഇന്നാണ് ഡേറ്റ് എഴുതി വെക്കാൻ തുടങ്ങി. അന്നത്തെ പ്രശ്നം ഇനി വരേണ്ടത് വെച്ചിട്ട് ലാസ്റ്റ് മെൻസ്ട്രൽ ഡേറ്റ് എന്നാണോ ഈ മാസം എന്നാണെങ്കിൽ അടുത്ത മാസം എന്നാണ് ഒക്കെ എഴുതി വെക്കൽ തുടങ്ങി. കറക്റ്റ് ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങി. എല്ലാ മാസവും ഞാൻ ടെസ്റ്റ് ചെയ്യൽ തുടങ്ങി. ഡേറ്റ് ഇന്നാണെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ എന്തോ ഭാഗ്യമായി പ്രഗ്നൻ്റായി. അപ്പോൾ ഹാപ്പിയായി. പക്ഷേ അതിന് ഒരാഴ്ച ആയുസുണ്ടായിട്ടുള്ളൂ. ഡോക്ടറെ കാണിച്ച് അതൊരു ഓണത്തിൻ്റെ സമയമായിരുന്നു. ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ല, മരുന്ന് ഫസ്റ്റിലൊരു അബോർഷൻ ഹിസ്റ്ററി ഉണ്ടായതുകൊണ്ട് തന്നെ മരുന്നൊക്കെ തന്ന് ഇഞ്ചക്ഷനും തന്ന് ഒരാഴ്ച ഫുൾ ബെഡ് റെസ്റ്റ് ഒക്കെ വിചാരിച്ച ഓരോ പ്രാവശ്യം മൂത്രമൊഴിക്കാൻ പറ്റുന്ന പേടിയാണ്. കുറച്ച് നേരം എങ്ങനെ ഞാൻ മൂത്രമൊഴിക്കഴിഞ്ഞ് അബോർഷനായി പോകുന്നൊരു പേടി. ബെഡിൽ തന്നെ കിടക്കുക, ഫുൾ ബെഡ് റെസ്റ്റ്. പിന്നെ വീട്ടുകാരും ഭയങ്കര റെസ്റ്റ് എടുത്ത് അനങ്ങാണ്ട് അതിൻ്റെ തലൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു വയ്ക്കുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ. നിർഭാഗ്യവശാൽ ഒരാഴ്ച അതിന് ആയുസുണ്ടായുള്ളൂ. എനിക്ക് ചെറിയ ബ്ലീഡിങ് ഉണ്ട്. എന്തൊക്കെയാണ് വെപ്രാളും പരിഭ്രാന്തി കഴിക്കുന്നത്. ഡോക്ടർ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ നമ്പർ തന്നിങ്ങനെ ബ്ലീഡിങ് കണ്ടിങ്ങനെ എന്താ ചെയ്യുന്നത്, ഇങ്ങനെ പോവാതിരിക്കാൻ എന്താ പിടിച്ചെടുക്കാൻ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെയൊക്കെ ഡോക്ടർ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അതും പോയിക്കണമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച വരെ ഞാൻ വെയിറ്റ് ചെയ്ത് എനിക്ക് സഹിച്ച് പിടിച്ച് ടെൻഷൻ അടിച്ച്. കാരണം യൂട്യൂബും ഗൂഗിളും മൊത്തം ഞാൻ അടിച്ച് പെറുക്കി പഠിച്ച് വെയിറ്റ് ചെയ്ത് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ സോറി പറഞ്ഞു, അത് പോയിക്കണമായിരുന്നു. എന്നിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്ങനെ അബോർഷനായി പോകണമെന്ന് വെച്ച്. അപ്പോൾ പറഞ്ഞു എൻ്റെ യൂട്രൈൻ വാളിൽ തിക്നെസ് കുറവാണ്, അതുകൊണ്ടാണ്. അബോർഷനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ 3 മാസം കഴിയുന്നവരെ പ്രഗ്നൻ്റ് ആവരുത് പറയലുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ മൈൻഡും ബോഡിയും ഒക്കെ ഒന്ന് റെഡിയായി വരുന്ന വരെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് ആ 3 മാസം വെയിറ്റ് ചെയ്യാനൊന്നും അതിൻ്റെ ഉള്ളിൽ ആവട്ടെ അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുന്നു. കാത്തിരിക്കേണ്ട, 2 അബോർഷൻ ആയതല്ലേ, അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കണ്ട, ഡോക്ടറെ കൊണ്ട് കാണിക്കുക എന്നൊക്കെ. കുറച്ച് കാലം മരുന്ന് വെച്ചിരിക്കണേ, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കോയമ്പത്തൂർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അക്യുപഞ്ചർ എന്നറിയാം, സൂചി കുത്തണം. ഞാൻ എൻ്റെ ചില വീഡിയോസിലൊക്കെ അതിൻ്റെ ചില ഷോർട്സൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അപ്പോൾ എന്തായാലും ചേച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയി ഒക്കെ ചേച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ ഡോക്ടർ എന്താ ഫസ്റ്റ് പറഞ്ഞറിയോ, ഒന്നാമത്തെ ഡോക്ടറിൻ്റെ ഫോട്ടോ വേണ്ടി ഷെയർ ചെയ്ത് ഇത്ര തടിയുണ്ട്, എനിക്ക് ഭയങ്കര വയറൊക്കെ ഉള്ള. അപ്പോൾ എന്നോട് അബോർഷനായ സമയത്തൊക്കെ കാണിച്ചപ്പോഴൊക്കെ എന്നോട് ഡോക്ടർമാർ പറഞ്ഞു തടി കുറക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ അബോർഷൻ ആണൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കുന്നത് സെക്കൻഡ് അബോർട്ടായ സമയത്ത്. അപ്പോൾ എന്നോട് തടി കുറക്കാൻ പറഞ്ഞു. തടി കുറക്കാൻ പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് മൈൻഡിൽ കൂടി എങ്ങനെയൊക്കെ ഞാൻ ഒന്നാമത് ടെൻഷൻ കാരണം തടി കുറയൂല, സ്ട്രെസ് ഉണ്ടെങ്കിൽ തടി കുറയൂല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ സ്ട്രെസ്ഫുള്ളാണ്, റിലാക്സിങ് മോഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഡോക്ടർ ഉണ്ടായില്ല കണ്ടപ്പോൾ പറഞ്ഞറിയാം തടി കാരണമാണോ എന്ന് ചോദിച്ചപ്പോൾ താര പറഞ്ഞ് തടി കാരണം, തടി കുറയ്ക്കുന്ന വേണ്ട, തടി കാരണമാണെന്ന് ആരോ പറഞ്ഞ്, തടി ഒന്നിനും പ്രശ്നമില്ല. അപ്പം തന്നെ ഞാൻ ഫുൾ ഓക്കെ, തടി കാരണമല്ല ഞാൻ പ്രഗ്നൻ്റ് ആവാത്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനം, ഞാൻ ഹാപ്പി. അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് തന്ന് 3 മാസം കഴിഞ്ഞാലാണ് അവർ ആ ട്രീറ്റ്മെൻറ്റിന് ഫലം ഉണ്ടാവുക. അത് കുട്ടി കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞാലാണ് അതിൻ്റെ റിസൾട്ട് കാണാമെന്ന് പറഞ്ഞത്. മാഷാ അല്ലാ ആ 3 മാസം കഴിയുന്ന ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ്. അങ്ങനെ 3ാമത്തെ കൊല്ലം ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കറക്റ്റ് 3 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രഗ്നൻ്റായി. ഞാൻ ഹാപ്പിയായി. ഡോക്ടറെ കാണിച്ച് മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല. 2 അബോർഷൻ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് റെസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എവിടെ വരെ പറഞ്ഞിട്ടറിയില്ല. ഈ വീഡിയോ കുറേ ലെങ്തി ആവണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ഞാൻ കറക്റ്റ് ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.